നമ്മൾ പെട്ടെന്നൊന്ന് നാട്ടിലേക്ക് എത്തി. പെട്ടെന്ന് പറഞ്ഞ ഒരു 1 വീക്ക് പ്ലാനിൽ നമ്മൾ നാട്ടിലേക്ക് എത്തിയതാണ്. അതാണ് ഞാൻ പറഞ്ഞ എക്സൈറ്റിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് നമ്മളെ ഇൻസ്റ്റാ സ്റ്റോറിയൊക്കെ കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പെട്ടെന്ന് നാട്ടിലേക്കെന്ന്. ചുമ്മാ ഒരു 1 വീക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു മിഥുവിന് ഒരു 10 ദിവസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ പൂരം കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് പൂരത്തിൻ്റെ തലേ ദിവസം. യെസ്, അപ്പോൾ ഞങ്ങളിത് ഇന്നലെ രാത്രി 12:15 എത്തിയത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് പൂരം വിശേഷങ്ങളും നാളെ പൂരം. പിന്നെ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, ഗീതും ജയനും എല്ലാവരും കൂടെ വന്ന് നല്ലൊരു നമ്മുടെ ബോംബെയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ചൂടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ. സോ പൂരത്തലേന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് അടിച്ച് പൊളിച്ച് തുടങ്ങാമല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇതുവരെ എൻ്റെ വ്ളോഗിൽ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളാവും കാണിക്കുക. നാടും വീടും വീട്ടുകാരൊക്കെ എല്ലാ വർഷത്തെ വ്ളോഗിലും ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ പൂരം എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം പൂരം ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കൂടിയിട്ടില്ല. സോ ഞാൻ പറഞ്ഞില്ല, ആഫ്റ്റർ 18 years എന്ന് പറയുന്നത് ഒരു ലോങ് ഗ്യാപ്പാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അത് നിങ്ങളിലൂടെ എത്തിക്കാനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഗീതും ജയനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ വരാറുണ്ട് കേട്ടോ. കാരണം അവർക്ക് കുറച്ചും കൂടെ അടുത്താണ്. പിന്നെ എക്സാംസ് കുട്ടികളും ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കത് പറ്റാറില്ല. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയാണ്. നമുക്ക് പൂരത്തിന് എന്ന് പറയുമ്പോൾ കുറേ പ്രത്യേകതകളുണ്ട്. എല്ലാവർക്കും പ്രത്യേകതകൾ ഉണ്ടാവുമായിരിക്കും. പൂരത്തിൻ്റെ സമയത്ത് എല്ലാവരും, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പോയവരൊക്കെ നാട്ടിലേക്ക് വരിക, നമ്മുടെ വീട്ടിലേക്ക് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പൂരം സ്പെഷ്യൽ ഹൽവ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്ന് എല്ലാവർക്കും സ്പെഷ്യലായിട്ടുള്ള ഡിഷുകൾ, മുരിങ്ങടല, എലിശ്ശേരിയും അതും ഇതും കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മക്കളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഫോട്ടോസും കളിക്കലും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് പണ്ട് മുതലേ ഞങ്ങൾക്ക് പൂരം എന്ന് പറഞ്ഞാൽ. നമ്മൾ വീട്ടിലെല്ലാവരും വരും. അത് പൂരത്തിൻ്റെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതൊരു ഓർമ്മ വെച്ച കാലം മുതലുള്ള ആ ഒരു ശീലമാണ് ആക്ച്വലി. നമ്മുടെ നാട്ടിലെ വ്ളോഗ് കാണാൻ ഒരുപാട് പേര് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് ഇപ്രാവശ്യം ഉണ്ടാവും എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും കുറേ പേര് പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ ദുബായിൽ അവിടേക്കുള്ള ആളുകൾ കുറേ പേര് മെസ്സേജ് ഉണ്ട്, അവരവിടെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ അങ്ങനെ കുടുങ്ങി കിടക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുമോ നമ്മുടെ വ്ളോഗിലൂടെ, അങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷമാണെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ പറ്റുന്നതിൽ. ഈ പറഞ്ഞ പോലെ കുറേ പേര് എൻ്റെ അടുത്ത് ഈ ഹെയർ കളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് ഇതിലൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഹെയർ കളർ സത്യമായിട്ടും എനിക്കറിയില്ല. ഇത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ അവർ ഏതൊക്കെയോ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ അമ്മ വരുമ്പോഴേക്കും ചക്ക വറുത്തതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. സാധാരണ ഞാനും ഇങ്ങനെ കൊതിക്കാറുണ്ട്, കാരണം മെയിലല്ലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് എല്ലാതും ഉണ്ടായിട്ടുണ്ട്. നല്ല ചക്കയും മാങ്ങയും. മാങ്ങ പഴുത്തതല്ല, പഴുക്കുന്നേ ഉള്ളൂ. പച്ചമാങ്ങ ഇങ്ങനെ അമ്മിയിൽ ചതച്ച് ഇങ്ങനെ അതിൽ മുളകും ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ തടിച്ചോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. ചക്ക മാങ്ങ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇത് തേൻവരിക്ക ചക്കയാണ് കേട്ടോ, നല്ല ചക്കയാണ്. മറ്റേ പഴച്ചക്ക എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതിങ്ങനെ തൊണ്ടയിൽ കുടുങ്ങും അതിങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ നാടൻ ഫുഡാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഫുള്ള് നോൺ വെജാണ്. ഈ ഒരു റേഡിയോയിൽ എപ്പോഴും നൊസ്റ്റാൾജിയ ചെയ്യണം കേട്ടോ. പിന്നെ ഈ മത്സ്യങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. നമ്മൾ കുറേ പുഴ മത്സ്യം, കായൽ മത്സ്യം ഒക്കെ കുറേ ഇങ്ങനെ വാങ്ങിക്കും. ഈ പൂരത്തിൻ്റെ സമയത്താണ് അധികം അങ്ങനെ. ഇത് മാന്തളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ മീൻ വെക്കാൻ ഒരു ഭയങ്കര ഡിസ്കഷനാണ്. അപ്പം ഞാൻ എൻ്റെ അത് ഗംഭീര കമൻട്രി ആയിരുന്നു. വണ്ടിയായി പോരുന്നത് എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് അമ്മ എന്നെ ആട്ടിവിടുന്ന സീനാണ് നിങ്ങളാ കണ്ടത്. ഭാഗ്യത്തിന് ഞാൻ ബാക്കി കട്ട് ചെയ്തു. എന്നും ഇത് തന്നെയാണ് അവസ്ഥ. എനിക്ക് 100 കമൻട്രി ആയിരിക്കും, ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതങ്ങനെയല്ല ഉണ്ടാക്കി, ഇങ്ങനെയല്ല കോട്ടയം സ്റ്റൈലിൽ മീൻകറി മറ്റേതാ മറിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞത് കട്ടന്ന് പോടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ കണ്ടോ. ഇപ്പോൾ അത് ചവിട്ടി വന്നു, അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരും. ഇനി ഓരോരോ സാധനങ്ങളൊക്കെ വരാനുണ്ട് പൂരമായിട്ട്. ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാനും ഗീതും കൂടെ തോരിയിടാൻ പോയതാണ്. അടുക്കളപ്പണിയോ ചെയ്യുന്നില്ല, തോരിയിടാൻ പറഞ്ഞ് വീട്ടിലെ പണി ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനും ഗീതും മറ്റേ നന്ദന സിനിമയിലെ പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഗീതു പറയും ചേച്ചി ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു എന്ന് അങ്ങോട്ട് വിചാരിച്ചോളാം, നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ തല്ലൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ആട്ടിവിട്ടതാണ് തുണി തോരിടാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡീസൻ്റായി പോയി വന്നതാണ്. അച്ഛൻ പാവം പിന്നെ ഒന്നും പറയില്ല, ഇരുന്നിട്ട് മറ്റേ അച്ഛൻ്റേതായ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ടെറസിൻ്റെ മേലെയാണ്. അപ്പോൾ അതിന്ന് ഞാൻ എന്തായാലും ആകെ ജഗബൊഗയായ കാരണം കാണിക്കുന്നില്ല. കുറേ ചെടികളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്.
തൊട്ടന്നനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ അവിടെ ബിസിയാണ്. അപ്പോൾ ദാ നമ്മുടെ പൂരത്തിൻ്റെ സ്പെഷ്യൽ ഡിഷുകൾ അത് ഞാൻ എന്തായാലും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്സിൽ കാണിക്കാം എന്തൊക്കെയാണ്. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞ മീൻകറി ഗീതും അമ്മയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ ആട്ടി വിട്ടിട്ട്. പിന്നെ മാന്തൽ ഫ്രൈ, ഇത് ഞാൻ ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കമൻട്രി ചെയ്യാണ് കേട്ടോ. ഒരാള് പറയുമ്പോ അല്ല വല്ല സീരിയലിലൊക്കെ ആരെ പറഞ്ഞേ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. നാളത്തെ ദിവസം കൂടുതൽ ആൾക്കാരായിരിക്കും. ഇന്ന് കുറച്ച് ദൂരത്തുള്ളവരൊക്കെ ആയിരിക്കും വന്ന് പോവാട്ടോ. അപ്പോൾ ആണ്ടികളൊക്കെ തലേദിവസമാണ് വരിക. ഇനി നമുക്ക് തറ വരാം. നമ്മൾ തിറ എന്നല്ല തറ എന്ന് തന്നെയാണ്, തറയും പൂതനെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള ആൾക്കാരൊക്കെ ഇന്ന് വരും, ബാക്കി നാളെയാണ്. മഴയാണ് ഇവിടെ. പൂരം എങ്ങനെയുണ്ട്? അതെ, പൂരം നാളെയാണ്. പക്ഷെ പൂരം ഫീൽ ഇന്ന് വന്നു. ഇനി ശരിക്കുള്ള ഫീൽ നമ്മൾ ഈവനിങ്ങിലാണ് പോകുന്നത് പൂരവാണിഭത്തിന്, അല്ലേ? രംഷേട്ടൻ്റെ അവിടെ ഒന്നും ഇല്ലല്ലോ വാണിഭം? മീൻസ് ഇങ്ങനെ ഈ ഫിഷ് അങ്ങനത്തെ പരിപാടികളില്ല. ആ, നമ്മുടെ ഈ മുല്ലമ്പറമ്പത്ത് ചമ്മണിക്കാവ്, വേങ്ങശ്ശേരിക്കാവ്, ആമക്കാവിലൊക്കെ പൂരത്തിന് വരാറുണ്ട് അത്ര. അപ്പൊ നമ്മള് കണ്ടിണ്ടാവോ? എന്താ നമ്മളെ നോക്കാറില്ല. ഞാന് വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഈ പൂരത്തിന്റെ ഈ പൂരം വാണിഭായിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു നൊസ്റ്റാൾജിക് അല്ലേ, വർഷമായി 18 വർഷമായി. ഞാനും അത് എനിക്ക് തോന്നില്ല. ഞാൻ ബോംബെ പോയതിനു ശേഷം ഞാൻ ഉണ്ടാവില്ല. രംഷേട്ട് 10-25 വർഷമായോ? എനിക്ക് ഓർമ്മയില്ല പൂരം ഞാൻ നാട്ടിൽ ആഘോഷം.
ഈ സമയത്ത് വരാറില്ല നമ്മള് മാർച്ചില് നമ്മളെപ്പോഴും വിഷു എന്ന് പറഞ്ഞുള്ള ഒരു ഇതിലല്ലേ വരികയാണെങ്കിൽ പിന്നെ മിഥുന്റെ സ്കൂള് മെയ് സമയത്ത് വരില്ല. പിന്നെ ആ സമയത്തേക്ക് പൂരമൊക്കെ കഴിയും ചെയ്യും. അതാണ്. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം അതവിടെ കൂടാൻ പറ്റും. അതെ യെസ് ആ ഒരു ഫീല് കിട്ടി. അതെ. അപ്പം ഇതാണ് പൂരത്തല്ലേന്ന് സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളി ഫിഷ് കറി, ചോറ്, ചക്ക എലിശ്ശേരി, ഫിഷ് ഫ്രൈ, പിന്നെ രമേശേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുരിങ്ങയുടെ ഇല കൂട്ട്, പിന്നെ കുറേ തരം അച്ചാറ്, പുളിയിഞ്ചി, ഇങ്ങനത്തെ സാധനങ്ങൾ. മെയിനായിട്ട് ഫിഷാണ് നമ്മൾ ഈ പൂരത്തിൻ്റെ സമയത്ത്. അതും പൂരത്തിനായിട്ട് വാങ്ങുന്ന കുറച്ച് ഫിഷുകളുണ്ട്, അത് മാത്രമേ വാങ്ങുള്ളൂ. സാധാരണ വാങ്ങുന്ന ഫിഷുകളാവില്ലേ നമ്മൾ വാങ്ങിക്കുക. അതായത് കായൽ മത്സ്യങ്ങൾ, പുഴ മത്സ്യങ്ങൾ, അതൊക്കെയാണ് പൂരത്തിന്. പിന്നെ സ്രാവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൂരത്തിൻ്റെ മത്സ്യം എന്ന് പറയുന്നത്. സുറുമയും ഹൽവയൊക്കെ വാങ്ങിക്കും. പക്ഷേ ഇനി ഇത് അടുത്ത ആൾ വന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പൂരത്തിൻ്റെ നമ്മുടെ സൈഡിലുള്ള 3 പൂരങ്ങളാണ് നമ്മുടെ ഇവിടുന്ന് പോണത്. ഇവിടുന്ന് ആനപ്പൂരം പോകുന്നുണ്ട്. അപ്പോൾ ഇത് നീലാന ഗ്രൂപ്പ്, ഇങ്ങനെ 3 ക്ലബ്ബുകളുണ്ടല്ലോ. അപ്പം നമ്മുടെ ഏരിയയിൽ നിന്ന് പോണത് ഈ കോട്ടപ്പാടം റോഡിൽ നിന്ന് പോണത് ഈ മിലാനടിയും പിന്നെ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ 3 തരത്തിലുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം 7 മണിയാകുമ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് എന്താണ് തകിലോ നാദസ്വരോ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് പരിപാടികൾ. അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഇവിടേക്ക് പോവാണ്, അമ്പലപ്പറമ്പിലേക്ക് പോവാണ്, അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടിയാണ് പൂരം പോവാട്ടോ. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ചിലപ്പോൾ പഞ്ചാരി മേള ഉണ്ടാവും, ചിലപ്പോൾ ശിങ്കാരി മേള ഉണ്ടാവും, ചിലപ്പോൾ ആനപ്പൂരവും. അത് ഓരോ ഗ്രൂപ്പ് എന്താണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പിൻ്റെ വക, ഒരു ക്ലബിൻ്റെ വക ആനപ്പൂരമാണ്. മറ്റേത് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, നിറയെ ആൾക്കാരും. രാത്രിയാകുമ്പോൾ ഇതാണ് ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ്. ഞങ്ങൾ ഇന്നലെ രാത്രി വരുമ്പോൾ നമ്മൾ കണ്ടില്ലേ, അപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പൂരം. ആക്ച്വലി ഇവിടെ കോട്ടപ്പാടം, തലക്കശ്ശേരി, തൊഴൂക്കര ഈ 3 ഏരിയയിൽ നിന്നും കൂടിയിട്ടാണ് വേങ്ങശ്ശേരിക്കാവ് അമ്പലത്തിലെ പൂരം എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സൈഡാണ് ഈ കോട്ടപ്പാടം സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ടപ്പാടത്ത് നിന്നുള്ള 3 പൂരമുണ്ട്. പിന്നെ തൊഴൂക്കര ഉണ്ട്. തൊഴൂക്കര നമ്മൾ ഒക്കെ ഇങ്ങനെ നടന്ന് പോകാനുള്ള 1 കിലോമീറ്റർ ദൂരത്തിലേ ഉള്ളൂ. തൊഴൂക്കരയുടെ അവിടെയുണ്ട് പൂരങ്ങൾ. അതെല്ലാം കൂടെ ചെന്നിട്ടാണ് നമ്മുടെ വേങ്ങശ്ശേരിക്കാവ് പൂരത്തിലേക്ക് എത്തുക. വേങ്ങശ്ശേരിക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഒരു കോപ്പിയാണ്. അങ്ങനത്തെ ഒരു അമ്പലം നമ്മളങ്ങനെ വളരെ അപൂർവമാണ്. അതായത് ഒരു വലിയ പാടത്തിൻ്റെ നടുക്ക് ഒരു അമ്പലമാണ്. അപ്പോൾ ശരിക്കും ഒരു ഉത്രാളിക്കാവ് കാണുന്ന ഒരു ഫീലാണ് വേങ്ങശ്ശേരിക്കാവ് അമ്പലം. അപ്പോൾ പാടത്തായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആനയ്ക്കാണെങ്കിലും തറയ്ക്ക് നിൽക്കാനാണെങ്കിലും അതുകൊണ്ട് കുറച്ചും കൂടി ഗംഭീരമാവും കാര്യങ്ങളൊക്കെ, കാരണം സ്ഥലം ഒരുപാടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെടിക്കെട്ടൊക്കെ ഒന്ന് ഇത്തിരി കുറച്ചിട്ടുണ്ട്. ചമ്മണിക്കാവും നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, മുല്ലേമ്പറമ്പത്ത്. ഇതൊക്കെയാണ് നല്ല ഉള്ള പൂരങ്ങൾ. അപ്പോൾ എന്തായാലും പൂരത്തിൻ്റെ ആ ഒരു വൈബ് തലേ ദിവസം ഇന്ന് മുതലേ ഇവിടെ പരിപാടി തുടങ്ങും. നാളെയാണ് ശരിക്കുള്ള പൂര എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഞാൻ ജസ്റ്റ് കാണിച്ചെന്താണ്. ഇനി നമ്മൾ പൂരപ്പറമ്പിലേക്ക് പോവാണ്. തലേ ദിവസത്തെ പൂരപ്പറമ്പിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ. നാളെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നും തിരക്ക് തന്നെ ആയിരിക്കും, എന്നാലും വാണിഭം, നമ്മുടെ മീൻ വാങ്ങണ പരിപാടികളൊക്കെ ഇപ്പോഴായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പൂരം. ഓരോ നാട്ടിലും ഓരോ പോലെ ആയിരിക്കും. ഇവിടെ കൂടുതലും വാണിഭമാണ് പൂരത്തിന് അധികം. പൂരത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ കൂടുതൽ വാണിഭമാണ് കേട്ടോ. അതായത് മത്സ്യം വാങ്ങുക, ചിക്കൻ വാങ്ങിക്കുക, നിറയെ അങ്ങനെയൊക്കെയാണ് കൂടുതൽ. നിറയെ സാധനങ്ങൾ വരിക. പിന്നെ വീട്ടിൽ തന്നെ കണ്ടില്ലേ, ഇനി നാളെ ആകുമ്പോൾ ഓരോന്ന്. പണ്ടൊക്കെ മുല്ലപ്പൂ മുതൽ കുപ്പിവള മുതൽ ഇങ്ങനെ വരും, വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ വന്നു തുടങ്ങും. അതാണ് ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മറ്റേത് പറയുന്നില്ലേ, നമ്മുടെ മറ്റേത്, അത് നമ്മുടെ മറ്റേത്, അതാ താഴെയുള്ള പാടത്തിനെ പറ്റിയിട്ട്. ഈ പാടാണ് ഇത് മനസ്സിനക്കരെ. ഞാൻ പിന്നെ കോട്ടപ്പാടെന്ന് പറഞ്ഞു വിചാരിച്ചു. കോട്ടപ്പാടം നമുക്ക് ഓർമ്മയില്ലേ, ഇപ്പുറത്തേക്ക് പറഞ്ഞ പൊന്മുട്ടയുടെ താറാവ്, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൊഴുക്കര എന്ന് പറയുന്ന സ്ഥലമാണ് പൊന്മുട്ട ഇടുന്ന താറാവ്. കോട്ടപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് മനസ്സിനക്കരെ പൊന്തൻമാട. കാണിച്ചു തരണോ ഇനിയിപ്പോ? മനസ്സിനക്കരെ പൊന്തൻമാട. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. യെസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പാടാൻ കാണിച്ചിട്ട് വേണം. മനസ്സിനക്കരയില്ല ഷീലയുടെ പണ്ടത്തെ അതാണ്. അപ്പോൾ ആ പാടത്തുനിന്നാണ് നമ്മുടെ ആന പുറപ്പെടുന്നത്. നമുക്ക് അമ്പലത്തിന്റെ അങ്ങോട്ട് ഞങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ നിന്നാൽ മതി പൂരം കാണാൻ. രമേശേട്ടനെ കാണിച്ചു തരാം. ഓക്കെ, രമേശേട്ടൻ ഇന്ന് വരെ എൻ്റെ വീട്ടിലെ പൂരം കണ്ടിട്ടില്ലേനോ? ഞാൻ എൻ്റെ വീട്ടിലെ പൂരം കഴിഞ്ഞ 10-25 കൊല്ലമായി കണ്ടിട്ട്. ശരിയാ. അതുപോലത്തെ പൂരം നല്ല ഈ പൂരം കണ്ടില്ലേ, മനസ്സിലാവണില്ലേ? വീട്ടിന് മുന്നിൽ കൂടെയാണ് ഇങ്ങനെ നടക്കുക. അപ്പം ഇതാണ് അടുത്ത സംഗമം ക്ലബിൻ്റെ പൂരാഘോഷം. ഇവിടുത്തെ പഞ്ചാരിമേളാണ്. ഇവിടെ ഇങ്ങനെ റെഡി ആക്കണേ ഉള്ളൂ.
ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് അല്ലേ, നെറ്റിപ്പട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നാട്ടിലൊരു വൈബ് അല്ലേ പൂരം വൈബ്. പൂരം വൈബ് എന്ന് പറഞ്ഞാലും പോരാട്ടോ, എന്താ അറ്റം എത്ര 1 കിലോമീറ്ററോളം, എന്താ നല്ല രസം. കുറേ ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയണം. നമുക്കിപ്പോൾ എന്തായാലും അത് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, പണി നടക്കണമെന്ന് തോന്നണം. യെസ്. അപ്പോൾ നമ്മൾ തലേന്ന് പൂരപ്പറമ്പിലേക്ക് പോവാണ്. പൂരത്തിൻ്റെ മെയിനായിട്ടുള്ള വാണിഭം ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല, മീനും കാര്യങ്ങളൊക്കെ, പിന്നെ പൊരി, 6 നമ്പർ മുറുക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പൂരത്തിന് തലേദിവസം പോയിട്ടാണ് നമ്മൾ വാങ്ങാറ്. പിന്നെ അമ്പലത്തിലേക്ക് പോയി അവിടെയും കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഞാൻ സാധാരണ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന പോലെയല്ല, കുറേ മ്യൂസിക്കും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇപ്രാവശ്യം ഞാൻ റോ ആയിട്ടാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുന്നത്. അതായത് ഒരു പൂരം എങ്ങനെയാണെന്ന് കാണാത്തവർക്ക് വേണ്ടി ഒരു പൂരപ്പറമ്പ് എങ്ങനെയാണെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള റോ സൗണ്ടുകൾ. ഈ പാവക്കുട്ടി അറിയാം, പണ്ട് നമ്മൾ പൂരത്തിന് വാങ്ങിയിരുന്ന ഞാൻ ഗന്ധർവ്വല്ലെ പോലത്തെ പാവക്കുട്ടി എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു അറിയാം. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് കണ്ടോളൂ കേട്ടോ. സമാധാനമായി ഭക്ഷണം കഴിക്കാൻ നല്ലൊരിടം വനായി റെസ്റ്റോറന്റ് നിങ്ങൾക്കായി വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടന വേളയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം പടിഞ്ഞാറേ നട. പവിത്രയും സമൃദ്ധിയുടെയും സന്ദേശമാണ് പടിഞ്ഞാറേ നടയിലെ ഈ രുചിപ്പുരയിലേക്ക് സ്വാഗതം. മാർച്ച് 15 മീനം 1 പൂരാഘോഷത്തോടെ മാർച്ച് 16 പുലർച്ചെ സമാപിക്കുന്നതാണ്. ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾ നടത്തിവരാറുള്ള പൂരാഘോഷം ഈ വർഷവും സുഗമമായി നടത്തുന്നതിന് 18 ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായം. സാമ്പത്തിക ഭദ്രതയായി മാറുമ്പോൾ അവിടെ കെയു ക്രെഡിറ്റ് കോർപ്പറേഷൻ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കുള്ള നിർവശം പടിഞ്ഞാറങ്ങാടി കോൺക്രീറ്റ് കട്ടിള ജനൽ എന്നിവ മൊത്തമായും ചില്ലറയായും മിതമായ നിരക്കിൽ പാലിച്ചുകൊണ്ട് നടത്തുന്നതിനായി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന കുജനാടുകൾ പടിഞ്ഞാറങ്ങാടി നമ്മുടെ എണ്ണം പറഞ്ഞ കാഴ്ച വേങ്ങശ്ശേരിയുടെ പാടത്ത് സാക്ഷാൽ കർണന്റെ പിൻതലമുറക്കാരൻ അവതരിപ്പിക്കുന്നു. വാഴവേലി അയ്യപ്പനായി വന്ന് പിന്നീട് ആന കേരളത്തിൽ കുഞ്ഞിലെ ആ പർവ്വതം കിരാതമൂർത്തി പ്രിയ ഗജലോകനാഥൻ ഷൺമുഖം. 9349114377. No lounge voting fee. Kumaramalla 0 attachment. കുടിവെള്ള സർവീസിംഗ് മിതമായ നിരക്കിൽ കുഴൽ 000087. ചിലതിൽ കുഴിച്ച് പിന്നോട്ടും പിടിച്ച് സമയം കളയേണ്ടതില്ല. ഉടൻ പൈപ്പുകൾ, ഫുട് വാൽവുകൾ എന്നിവ പുറത്തെടുത്ത് തീർച്ചയായും വെള്ളം ലഭിക്കും. Sofa Curtain Center of Order 59974454. ബാക്കിൽ ഇങ്ങനെ കെട്ടും, അതായത് ഇങ്ങനെ വെച്ചിട്ട് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ചെണ്ട വേണ്ടേ? ഓക്കെ, വേറെന്താ വേണ്ടേ? പീപ്പിളി വേണോ? ബലൂൺ വേണോ? ബലൂൺ വേണോ? ചെണ്ട വേണോ?
ചെണ്ട വേണ്ടേ? നമുക്ക് ചെണ്ട മേടിക്കാം. മേടിക്കേതാ വാങ്ങി? എന്താണ് ഓന് വേണ്ടത്? സൗണ്ട് എവിടെ? സൗണ്ട് എവിടെ? കൊല്ലങ്ങളെ പഴക്കം ചെന്ന വേദനയ്ക്കും വേദനകളെ മാറ്റും. അയ്യോ ഇതിന്റെ മുളക്കൂടെ കയറുന്നത്. ഇത് വേണ്ട? കുമരനെല്ലൂർ ന്യൂ ലൈറ്റ് വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്. കുമരനെല്ലൂർ കേരമിത്ര തൊഴിലാളികൾ നിങ്ങൾക്ക് ആവശ്യമായ റോഡ് പടിഞ്ഞാറങ്ങ. വിവോ, റിയൽമി, ടെക്നോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഫോണുകൾ, സെയിൽസ് ആൻഡ് സർവീസ്. മൊബികോ വരാഹമൂർത്തിയുടെ മണ്ണിൽ ഭക്തിയും വിശുദ്ധിയും വരാഹമൂർത്തിയുടെ ചൈതന്യം തുളുമ്പുന്ന മണ്ണിൽ ശുദ്ധിയുടെയും രുചിയുടെയും വരാഹമൂർത്തി ക്ഷേത്രം പടിഞ്ഞാറേ നട. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുന്നതിനായി വഴിയോര കച്ചവടക്കാരുടെയും ജൈവ അജൈവ. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്ന ഈ ഒരു ഇതാണ് പൂരപ്പറമ്പ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് കുപ്പിവള, പൂരത്തിൻ്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ കുപ്പിവളയാണ്. ഇവർ നമ്മുടെ വീട്ടിലേക്ക് പണ്ട് എപ്പോഴും വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ കുട്ടിയാവുമ്പോൾ ഇവരൊക്കെ ഞാൻ പറയില്ല, പൂരം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്കങ്ങനെ അറിയാത്ത ആളുകളല്ല. ഇവരൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയുന്നതാണ്, കുട്ടികളാകുമ്പോൾ മുതലേ. കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ വയസ്സായിട്ട് അവരിവിടെ ഇങ്ങനെ റോട്ടിലിരിക്കണം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ ഞാനും ഗീതും അമ്മയ്ക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം ഇതൊക്കെ എന്താ പറയുക, ആ ഒരു നമ്മുടെ ആൾക്കാർ എന്നുള്ള രീതി പോലെയാണ്, നമ്മുടെ സ്വന്തം എന്നുള്ള രീതി പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വേറെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ വള വാങ്ങി, അവർ വീട്ടിലേക്ക് വരില്ലല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് കുറേ വള ഞങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ചട്ടി വാങ്ങി. എനിക്കും ഗീതുവിനും ഞാൻ ഇപ്രാവശ്യം ഓൾറെഡി വിചാരിച്ചാണ് പൂരക്കില്ല, ഇപ്പം നിറയെ ചട്ടി. ഈ ചട്ടി നമ്മുടെ വീട്ടിലേക്കാണ് വന്നിരുന്നത്. ഇപ്പോൾ ആ ചട്ടി വിൽക്കുന്ന അമ്മൂമ്മ മരിച്ചു. അപ്പോൾ അവരുടെ മകളാണ്, അപ്പോൾ വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ മകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ഈ റോഡ് സൈഡിലാണ്, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബോംബെക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ പൂരത്തിൻ്റെ പറയില്ല ക്ലബ്ബുകളുടെ ഒരു മേളാണ് ഈ പൂരം. തലക്കശ്ശേരി, തൊഴൂക്കര, തണ്ണീർക്കോട്, കോക്കാട്, കോട്ടപ്പാടം, ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള പൂരം, ചെറുപൂരങ്ങളാണ് നമ്മുടെ വെങ്കശ്ശേരിക്കാവിലേക്ക് പോവുക. അപ്പോൾ അത്രയും ചെറുപൂരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഓരോ ടീമും ക്ലബ്ബും ഒക്കെ ഭയങ്കര എന്താ പറയുക മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. എൻ്റെ കോക്കാടുള്ള ഏരിയയിൽ അവിടെയാണ്, അമ്പലത്തിൻ്റെ ആ ഭാഗത്തുള്ളതാണ് കേട്ടോ. യെസ്, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വാങ്ങി, മൊത്തത്തിൽ 5 ഡസൻ വാങ്ങിച്ചു. എന്താ ഇപ്പോൾ സ്പൈഡർമാനാ? നല്ല ചട്ടി വാങ്ങി, നല്ല അടിപൊളി ചട്ടി. ബോംബെക്ക് എത്തിയാൽ മതിയായിരുന്നു. ഞാനും വാങ്ങി, ഗീതും വാങ്ങി 2 ചട്ടി. എൻ്റെ മീൻ ചട്ടിയൊക്കെ പൊട്ടി തുടങ്ങി. മാഡിക്ക് കഴിക്കൊക്കെ കിട്ടണം. പൊട്ടിക്കും. കേട്ടോ. ഓ വാ, ഇതാരാ? സ്പൈഡർമാൻ പോയപ്പോൾ ബാറ്റ്മാനാ? നറൂട്ടോ. അതാണ് നറൂട്ടോന്റെ രൂപം. അപ്പൊ തൽക്കാലം ചറകളാണ് മൊത്തം. വില്ലേജിന്റെ അടുത്താണ്, പിന്നെ അതുകൊണ്ട് രക്ഷപ്പെട്ട്. തൽക്കാലം പൂര വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ തറയും
നമ്മൾ തറാന്നാ പറയാ, തിറയാണ് ശരിക്കും. പക്ഷെ തറയും പൂതനും മൂക്കവും ചത്തനും കരിങ്കാളിയും എല്ലാം കാണിച്ചാൽ നാളത്തെ പൂരവിശേഷങ്ങളായിട്ട് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.